അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്ർ ഏറ്റവും മഹത്തായ ദിക്റാണ്. പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ മാസത്തെ സ്വീകരിക്കാൻ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവേ, റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണമേ, റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ എന്ന് നിരന്തരം ദുആ ചെയ്യുമായിരുന്നു. ഈ അവസരത്തിൽ എങ്ങനെ റമളാനിനെ പൂർണ്ണമായും വരവേൽക്കാൻ കഴിയും, എങ്ങനെ വേണ്ട വിധത്തിൽ റമളാനിലേക്ക് നാം ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജബ് അള്ളാഹുവിന്റെ മാസമാണ്, ഷാബാൻ അത് എന്റെ മാസമാണ്, റമളാൻ അത് എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. എന്റെ ഉമ്മത്ത് ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റുകളെ എല്ലാം പൊറുപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിലും ഷാബാനിലും ബർക്കത്ത് ചൊരിയണേ എന്ന് പറഞ്ഞപ്പോൾ റജബിലും ഷാബാനിലും നാം നല്ലോണം ഒരുങ്ങണം. റമളാൻ മാസത്തിന്റെ പിറവി കാണുന്നതിന് മുതൽ ഒരുങ്ങിയാൽ മതി എന്ന് നാം ആരും ചിന്തിക്കാൻ പാടില്ല. റമളാൻ വരുന്നതിന് മുമ്പേ നാം ഒരുങ്ങണം. എന്നാൽ റമളാൻ നമുക്ക് എളുപ്പമാകും. റമളാനിൽ നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാൻ കഴിയും. അള്ളാഹു നമുക്ക് റമളാനിൽ ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും നാം വേണ്ട വിധത്തിൽ ഒരുങ്ങിയിട്ടില്ല. വിശുദ്ധ ഖുർആനുമായി വേണ്ട രൂപത്തിലുള്ള ബന്ധം നാം സ്ഥാപിച്ചിട്ടില്ല. ഖുർആൻ നാം ഒരു പേജ് പോലും ഓതിയിട്ടില്ല. ഖുർആൻ തുറന്നു പോലും നാം നോക്കിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നാം ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. അതുകൊണ്ട് തന്നെ റമളാനിൽ നാം ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാത്ത മാസങ്ങളിലും നാം ഖുർആൻ പാരായണം ചെയ്യണം, ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം, മറ്റ് അമലുകൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ റമളാനിൽ നമുക്ക് അമലുകൾ ചെയ്യണമെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ, സ്വലാത്തുകൾ ചൊല്ലണമെങ്കിൽ, മറ്റു അമലുകൾ ചെയ്യണമെങ്കിൽ, അതിന് നാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകണമെങ്കിൽ റമളാനിന് മുമ്പേ നാം ഒരുങ്ങണം. അതുകൊണ്ട് റമളാനിൽ നന്നാവാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. റമളാനിന് മുമ്പേ നാം ഒരുങ്ങണം. അതുകൊണ്ട് റമളാനിൽ നന്നാവാം എന്ന് കരുതിയിട്ട് കാര്യമില്ല. റമളാനിന് മുമ്പേ നാം ഒരുങ്ങണം. റജബ് നമ്മിൽ നിന്നും കഴിഞ്ഞുപോയി, ഷാബാൻ നമ്മിൽ നിന്നും ഇതാ വിട പറയാൻ പോകുന്നു. അതുകൊണ്ട് ഇനിയും റമളാൻ എത്താൻ കാത്തു നിൽക്കാതെ ഇനിയുള്ള ഒരു ദിവസമെങ്കിലും നാം നന്നാവാൻ ശ്രമിക്കുക. ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, മറ്റ് അമലുകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് റമളാൻ മാസം വരുന്നതിന് മുമ്പ് ചൊല്ലാൻ പറ്റിയ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റിയ ഒരു അത്ഭുത ദിക്ർ പറഞ്ഞു തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ദിവസവും മുടങ്ങാതെ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ടെൻഷനുകളിൽ നിന്നും അവന് മോചനം കൊടുക്കുന്നതാണ്. മാത്രമല്ല, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. അവന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, വെള്ളം, സമ്പത്ത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. മാത്രമല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നാം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റുകളെല്ലാം പുറത്തു കിട്ടാൻ നാം ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക. കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ദിവസവും നാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. അപ്പോ എല്ലാവരും ഉസ്താദിന്റെ കൂടെ ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, ടെൻഷനുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്കുറൂനി അസ്കുറുകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد
صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ദിക്റുകൾ ചൊല്ലിയ സ്വലാത്തുകൾ ചൊല്ലിയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ടെൻഷനുകളും എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. ദുആയിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിപ്പിക്കണം അല്ലാഹ്. മരിക്കുന്ന അവസരത്തിൽ പൂർണ്ണ ഈമാനോട് കൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ചു കണ്ട് മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്.
ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം അല്ലാ. ഞങ്ങൾക്ക് നീ മാഫാക്കണം അല്ലാ. ഞങ്ങൾ പാവികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയവരാണ് അല്ലാ. ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം അല്ലാ. ഞങ്ങൾക്ക് നീ മാഫാക്കി തരണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളിൽ ഒരുപാട് പേർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പലരും മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പലരും ഹോസ്പിറ്റലിലാണ്, പലരും ICUവിലാണ്. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗമാണ് അല്ലാ. എന്ത് വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും റഹ്മാനും റഹീമുമായ അല്ലാ, ശിഫ നൽകുന്നവൻ നീയാണല്ലോ റബ്ബേ. പൂർണ്ണ ശിഫ നൽകണം അല്ലാ. ആർക്കും ഒരു രോഗം തന്ന് നീ പരീക്ഷിക്കല്ല അല്ലാ. രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഒരുപാട് പേർ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. കുടുംബക്കാർ മരിച്ചു പോയിട്ടുണ്ട്, അയൽവാസികൾ മരിച്ചു പോയിട്ടുണ്ട്, ഉസ്താദുമാർ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചവരുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്, സഹോദര സഹോദരിമാർ മരിച്ചവരുണ്ട് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണം അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ദീനീ ബോധമുള്ള മക്കളാക്കണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ നൽകണം അല്ലാ. ഞങ്ങളെ മക്കളുടെ പരീക്ഷ എളുപ്പമാക്കണം അല്ലാ. പരീക്ഷയിൽ ഉന്നത വിജയം നീ നൽകണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഒരുപാട് പേർ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണം അല്ലാ. അല്ലാ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഒരുപാട് ആളുകൾ ഉംറക്ക് പോയിരിക്കുകയാണ് അല്ലാ. അല്ലാ, അവർക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഉംറ ചെയ്യുവാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. അവരുടെ ഉംറ നീ സ്വീകരിക്കണം അല്ലാ. അവരുടെ ദുആയിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം അല്ലാ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ മതിവരോളം കുടിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, ഹബ്ബ് വെക്കുന്ന, ഇഷ്ക് വെക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ഏറ്റി ചൊല്ലുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലും ഉണർവിലും നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ എല്ലാവരെയും കാക്കണം അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണം അല്ലാ. ഒരു അപകടവും നീ ഞങ്ങൾക്കാർക്കും തരല്ല റബ്ബേ. റഹ്മാനും റഹീമുമായ അല്ലാ, കണ്ണേറിനെ തൊട്ട് നീ കാക്കണം അല്ലാ. ഷെഹറിനെ തൊട്ട് നീ കാക്കണം അല്ലാ. എല്ലാവിധ ഷർറുകളെ തൊട്ടും നീ കാക്കണം അല്ലാ. എല്ലാ ഷെറും കണ്ണേറും ബായേറും എല്ലാം നീ കരിച്ചു കളയണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, സിയാലുക്കളുടെ അസൂയയിൽ നിന്നും കണ്ണേറുകാരുടെ കണ്ണേറിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷിക്കണം അല്ലാ.
ഞങ്ങളെല്ലാവരെയും കാത്ത് രക്ഷിക്കണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലി കൊടുക്കണം അല്ലാ. ഉള്ള ജോലിയിൽ നീ ബർക്കത്ത് ചൊരിയണം അല്ലാ. ഒരുപാട് പേർ ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാണ് അല്ലാ. അവർക്ക് അനുയോജ്യമായ ഖൈറായ ജോലി കൊടുക്കണം അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാ. ഉള്ള മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ് അല്ലാ. അവർക്ക് നീ സുഖപ്രസവം നീ കൊടുക്കണം അല്ലാ. അവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാ. വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ അല്ലാ. വീടില്ലാത്തവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണം അല്ലാ. വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ ഖൈറായ വീട് നീ നൽകണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, വീടിന്റെ പണി തുടങ്ങിയിട്ടും പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ അല്ലാ, അവരുടെ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാ. വീട് കെട്ടാനുള്ള എല്ലാ സാമ്പത്തികവും നീ നൽകണം അല്ലാ. അല്ലാ, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാ. അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി നീ കൊടുക്കണം അല്ലാ. അവർക്ക് നീ സമ്പത്ത് നീ കൊടുക്കണം റഹ്മാനേ. റഹ്മാനും റഹീമുമായ അല്ലാ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാ. അല്ലാ, നിരന്തരം കമന്റിലൂടെ ഒരുപാട് മെസ്സേജുകളാണ് അല്ലാ കാണുന്നത്. റഹ്മാനും റഹീമുമായ അല്ലാ, വീട് പണി പൂർത്തിയാവാൻ വേണ്ടി പറഞ്ഞവർ, കല്യാണം ശരിയാവാൻ വേണ്ടി പറഞ്ഞവര്, രോഗം മാറാൻ പറഞ്ഞവര്, മക്കൾ നന്നാവാൻ പറഞ്ഞവര്, ഭാര്യ നന്നാവാൻ പറഞ്ഞവര്, ഭർത്താവിന്റെ ജോലി ശരിയാവാൻ പറഞ്ഞവര്, മക്കളുടെ ജോലി ശരിയാവാൻ പറഞ്ഞവര്, ഗൾഫിൽ വിസ ശരിയാവാൻ പറഞ്ഞവർ, ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമാണ് റബ്ബേ നിരന്തരം കാണുന്നത് അല്ലാ. അല്ലാ, എന്തെല്ലാം ആഗ്രഹങ്ങളാണോ ഇതിലുള്ളത്, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, റമളാനാണ് അല്ലാ വരുന്നത്. അല്ലാ, റമളാനിൽ നല്ലോണം ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. അല്ലാ, അതിനു മുമ്പായി ഞങ്ങൾ എല്ലാ ദോഷവും നീ പുറത്തു തരണം അല്ലാ. നീ കരിച്ചു കളയണം അല്ലാ. തെറ്റിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റി നിർത്തണേ അല്ലാ. തെറ്റിലേക്ക് നീ ഞങ്ങളെ അടുപ്പിക്കല്ല റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, നിന്റെ ദീനീ ഖിദ്മത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാ. നീ തട്ടിക്കളിയല്ല റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ. അല്ലാ, ഉമ്മാക്കും ഉപ്പാക്കും നീ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാ. അല്ലാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാം അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി
ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.